ഉപ്പമാര് ശരിക്കും ശ്രദ്ധിക്കണം. അതും നമ്മുടെ വക്കൽ വന്ന റിപ്പോർട്ടുകൾപ്പെട്ട റിപ്പോർട്ടാണ്. നമ്മൾ കരുതലോടെ ശ്രദ്ധിക്കണം. എന്റെ മോൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലേന്നു ഉസ്താദെ, എന്റെ മോൻ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലേന്നു. ഓ നന്നായി സുബഹി നിസ്കാരം കഴിഞ്ഞ് നല്ല രൂപത്തിൽ ജമാഅത്തിനൊക്കെ പള്ളിയിൽ വന്ന് നിന്റെ കൂടെ തന്നെ ജമാഅത്തിന് വരുന്ന നല്ലോണം പഠിക്കുന്ന നല്ല കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോ അവന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു. പറഞ്ഞാലൊന്നും കേൾക്കണില്ല, ഒന്നും ഉൾക്കൊള്ളുന്നില്ല. എന്താന്ന് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവന്റെ ഉമ്മ അവന്റെ വസ്ത്രം അലക്കുന്ന സമയത്ത് പാന്റിന്റെ കീശയിൽ നിന്ന് 1-2 പാക്കറ്റുകൾ എനിക്ക് എടുത്തു തന്നു. ഉപയോഗിച്ച് കഴിഞ്ഞ പാക്കറ്റാണ്. എനിക്കറിയില്ല എന്താ പാക്കറ്റ് എന്ന്. ആ രക്ഷിതാവ് പറയാണ്, പാക്കറ്റ് കൊണ്ടുപോയി പീഡിക്കാരനോട് കാണിച്ചിട്ട് പീഡിക്കാരൻ പറഞ്ഞു, ഇതോ 1-ാം നമ്പർ മയക്കുമരുന്നിന്റെ പൊടി അതിലുണ്ടാകരുതെന്ന് പറഞ്ഞു. കുട്ടിക്ക് എങ്ങനെ ഈ പൊടി കിട്ടാനുള്ള ചാൻസ് എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോ കയ്യിൽ വെക്കാൻ കൊടുത്ത 250 അതിനാണ് എടുത്തത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്റെ മോനാണ്, ഞാൻ മുസാഫിനെ നടക്കണ്ടെന്നൊന്നും കാര്യം നടക്കാവൂല. നേരൊക്കെ സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. പള്ള കേടായിപ്പോയോ ഖൽബ് നന്നാകൂല. ഹറാം ഉപയോഗിച്ചാൽ ഖൽബ് നന്നാകൂല. ബത്തിനെ സൂക്ഷിക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു അവയവമാണത്.